കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവജനമേ, നാം നമ്മുടെ ഭൗമിക കൂടാരത്തിൽ വസിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആത്മലോകത്തിൽ നിത്യത ചെലവഴിക്കാൻ തക്കവണ്ണം വാക്കിലും പ്രവൃത്തിയിലും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ പ്രവാസകാലം ഭയഭക്തിയോടെ തിരുവെഴുത്ത് വായിച്ചും കേട്ടും ധ്യാനിച്ചും തിരുവെഴുത്തുകളാൽ നാം പണിയപ്പെടണം. അങ്ങനെ പണിയപ്പെടുമെങ്കിൽ ഈ കൂടാരം വിട്ട് ആത്മലോകത്തിൽ കർത്താവിനോട് കൂടെ വസിക്കുന്ന കാലം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ നാം വസിച്ചപ്പോൾ ചെയ്ത പ്രവൃത്തിക്കൊത്തവണ്ണമാണ് ദൈവത്തിൻ്റെ ന്യായാസനത്തെ നാം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, ഈ കൂടാരത്തിൽ വസിച്ചപ്പോൾ നാം ചെയ്ത പ്രവൃത്തിക്കൊത്തവണ്ണമാണ് കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുന്നത്. നിത്യതയിൽ നാം എങ്ങനെയാണ് കർത്താവിനോടുകൂടെ ആയിരിക്കുന്നത് ഈ ഭൂമിയിൽ നാം പ്രവർത്തിച്ച പ്രവൃത്തിയുടെ ഫലത്തിനൊത്തവണ്ണമായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ പ്രവാസകാലം ചെലവഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് ഒത്തവണ്ണമുള്ള പ്രതിഫലമാണ് കർത്താവിൽ നമുക്ക് ലഭ്യമാകുന്നത്. നമ്മുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു, ദൈവം മുന്നേ നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി ഈ പ്രവാസകാലം കഴിക്കുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.